ഇന്നലെ വരെ കണ്ട മലൻ ടി വി പോയി കുത്തിരുന്ന് സംഗീതം പറഞ്ഞ് നടന്ന ഈ മനുഷ്യൻ ഇന്ന് ആരാ നിങ്ങൾക്ക് അറിയോ? ഇന്ന് പാൻ ഇന്ത്യൻ സ്റ്റാറാ, പാൻ ഇന്ത്യൻ ഒട്ടകം സ്റ്റാർ എന്ന് വേണമെങ്കിൽ പറയാം. ഇനി ഒട്ടകം എന്ന് വേണ്ട, പാൻ ഇന്ത്യൻ ജി ആയിട്ട് മാറി. ജി പോലും അറിയാണ്ട് ഒരൊറ്റ ക്ലിക്കോട് കൂടി ജി ഇപ്പം പാൻ ഇന്ത്യയിൽ ഇങ്ങനെ പറന്ന് നടക്കുകയാണ്. ഇന്ത്യക്കാർ മൊത്തം നോക്കുക ആരാണ് ഈ ജി. ജയിക്കാൻ ഉദ്ദേശിച്ച മണ്ഡലങ്ങളിൽ ഞങ്ങൾ ജമ്മു കാശ്മീരിൽ നിന്നും ആൾക്കാരെ കൊണ്ടുവന്ന് 1 വർഷം താമസിപ്പിച്ച് വോട്ട് ചെയ്യിപ്പിക്കും. ഒരു സംശയമില്ല, അത് നാളെയും ചെയ്യും. നിങ്ങൾക്ക് ഏത് വിലാസത്തിൽ വേണേൽ ആൾക്കാരെ ചേർക്കാണ്, അതിലർത്ഥമൊന്നുമല്ല. വല്ലാത്തൊരു കഷ്ടം. ഏതായാലും ജി പറഞ്ഞത് വ്യാജമാണെന്നാണ് മറ്റേ ജി പറഞ്ഞത്. അതായത് കേന്ദ്രത്തിലെ റിജുജി പറഞ്ഞത് ഈ ജി പറഞ്ഞ വീഡിയോ അത് വ്യാജമാണെന്നാണ്. That Rahul Gandhi can generate all fake letters and all this thing, it doesn't have any credibility. ഏതാണെങ്കിലും കുറച്ച് സംഘപരിവാണങ്ങൾ അത് വിശ്വസിക്കുകയായിരിക്കും കേരളത്തിൻ്റെ പുറത്തുള്ള. കാരണം കേരളത്തിൻ്റെ പുറത്തുള്ള സംഘപരിവാണങ്ങൾക്ക് അറിയില്ല ഈ ജി പറഞ്ഞ സത്യത്തിൽ എന്തായിരുന്നു എന്നുള്ളത്. നമ്മളൊക്കെ അന്ന് പലവട്ടം ഈ ഒരു വോട്ട് ചോരിയുടെ സമയത്തെ നമ്മുടെ ഗോപാൽജി പറഞ്ഞ, നമ്മുടെ ഒട്ടകജി പറഞ്ഞ ക്ലിപ്പുകൾ പലവട്ടം കണ്ടതുകൊണ്ട് അത് യഥാർത്ഥത്തിൽ കളവാണോ കളവല്ലേ എന്നുള്ളത് പച്ചക്ക് നമുക്കറിയാം. എങ്കിലും നമ്മുടെ റിജുജി പറഞ്ഞ അല്ലെങ്കിൽ തള്ളി വെച്ചിട്ടുള്ള സംഘ ക്യാപ്സ്യൂൾ വിഴുങ്ങാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒരു പറ്റം സംഘി പരിവാണങ്ങൾ ഈ ലോകത്ത് നാട്ടിലും മൊത്തം ഉള്ളതുകൊണ്ട് റിജുജി ഞങ്ങൾ സമ്മതിക്കൂല. ഞങ്ങൾ കണ്ടതാണ് ഈ ക്ലിപ്പ്. നമ്മുടെ പാൻ ഇന്ത്യൻ സ്റ്റാർ ആയിട്ടുള്ള ഗോപാൽജി അന്ന് പറഞ്ഞത് ഇത് തന്നെ ആയിരുന്നു. ജയിക്കാൻ ഉദ്ദേശിച്ച മണ്ഡലങ്ങളിൽ ഞങ്ങൾ ജമ്മു കാശ്മീരിൽ നിന്നും ആൾക്കാരെ കൊണ്ടുവന്ന് 1 വർഷം താമസിപ്പിച്ച് വോട്ട് ചെയ്യിപ്പിക്കും. ഒരു സംശയമില്ല, അത് നാളെയും ചെയ്യും. നിങ്ങൾക്ക് ഏത് വിലാസത്തിൽ വേണേൽ ആൾക്കാരെ ചേർക്കാണ്, അതിലർത്ഥമൊന്നുമല്ല. ഇത് AI എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വാണസംഖികൾ വിശ്വസിക്കും. കാരണം ടെക്നോളജി അറിയാത്ത സംഖികൾ ചിലപ്പം കൈയടിക്കും. ശരിയാണ്, റിജുജി പറഞ്ഞത് കറക്റ്റാണ്, ഇതൊക്കെ AI ആണ്. പക്ഷേ പച്ചക്ക് കേട്ട ലൈവായിട്ട് കേട്ട നമ്മളത് വിശ്വസിക്കൂലേ? നമ്മളത് വിശ്വസിക്കും. എന്താണെങ്കിലും റിജുജി നിങ്ങൾ പൊളിയാണ്. ഇമ്മാതിരി ഒരു പത്രസമ്മേളനത്തിന് വന്ന് ഇത്രയും വലിയൊരു കളവ് പറഞ്ഞിട്ടാണ് ആൾക്കാരെ പറ്റിക്കുന്ന അറ്റ്ലീസ്റ്റ് ഇത് കേൾക്കുന്നത് നമ്മുടെ മലയാളികളായിട്ടുള്ള എൻ്റെ പൊന്നു സംഖ്യകളെ നിങ്ങളൊന്ന് വിശ്വസിക്കുക. ഇതാണ് നിങ്ങളുടെ ലോക നേതാവ് അല്ലെങ്കിൽ നിങ്ങളുടെ കേന്ദ്ര നേതാവ് പറഞ്ഞത് ഇത് വെറും AI ആണെന്ന്. ഈ പറഞ്ഞ സംഖ്യകളെ നിങ്ങളെല്ലാവരും കണ്ടതല്ലേ അത് AI അല്ല എന്നുള്ളത്. എന്നാലും നമ്മൾ വിശ്വസിക്കില്ല അല്ലേ? നമ്മൾ ചാണകമല്ലേ തിന്നുന്നത്, നമ്മൾ ഗോമൂത്രമല്ലേ കഴിക്കുന്നത്, പശുമ്പൻ്റെ മൂത്രം കഴിച്ച് ചാണം തിന്നണ ഞങ്ങൾ ഇതൊന്നും സമ്മതിച്ച് തരാൻ പോണില്ല. ഇന്നു മുതൽ ഞങ്ങൾ റിജുജി പറഞ്ഞ് വിശ്വസിക്കും. ഞങ്ങളുടെ ഗോപാൽജി, പാൻ ഇന്ത്യൻ സ്റ്റാർ ഗോപാൽജി പറഞ്ഞത് സത്യമല്ല, അത് വെറും AI ക്രിയേഷൻ ആണെന്ന് ഞങ്ങൾ ഇതാ ഉറപ്പിച്ച് പറഞ്ഞു. മോദിയാണ് സത്യം. മോദിക്കൽ എന്തൊക്കെ സാധനങ്ങൾ ഐറ്റങ്ങളാണ് പുറത്തു വരുന്നത് അല്ലേ? ഇനിയിപ്പോൾ പ്രത്യേകിച്ച് എല്ലാവരോടും പറയാനുള്ള കാരണം ഈ വോട്ടുചോരിയുടെ കളവും വീഡിയോസും കാര്യങ്ങളും ഉണ്ടല്ലോ, മാക്സിമം ആൾക്കാരുടെ അടുത്തേക്ക് ഷെയർ ചെയ്യുക, കമൻറ്റും ലൈക്കും നിങ്ങളോട് ചെയ്യാൻ പറ്റുന്നത്ര ചെയ്യുക, കണ്ടു പോവാണ്ടിരിക്കുക. കാരണം നമ്മുടെ മോട്ടിഫിക്കേഷൻ്റെ ടീം ഈ പറഞ്ഞ റിജുവിനെ പോലത്തെ അല്ലെ അമ്മാതിരി കോമരങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. ഇതിനെപ്പറ്റി പല നെഗറ്റീവ് ന്യൂസും പടച്ചു വിടുകയും ചെയ്യും. നമ്മളൊക്കെ ഇടുന്ന വീഡിയോൻ്റെ മാക്സിമം ഡിസ്ലൈക്കും അല്ലെങ്കിൽ റിപ്പോർട്ടും ചെയ്ത് അതിൻ്റെ റീച്ച് മാക്സിമം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഈ പറഞ്ഞ സംഘ പറയുവാണെങ്കിൽ ഏത് വരെ ചെയ്യും. അതുകൊണ്ട് മാക്സിമം സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ലൈക്കും കാര്യങ്ങളും ഇത്തരത്തിലുള്ള വീഡിയോസിന്, എൻ്റെ വീഡിയോസിന് മാത്രമല്ല കേട്ടോ, നിങ്ങൾ കാണുന്ന സത്യവക്തായിട്ട് ഈ പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞ വീഡിയോസിന് മാക്സിമം നിങ്ങൾ സപ്പോർട്ട് ചെയ്യേണ്ടത് അത്യാവശ്യ കാര്യമാണ്. കാരണം പല സംഘ ക്യാപ്സ്യൂളുകൾ ഓൾറെഡി ഇറങ്ങിയിട്ടുണ്ട്. ഒരു ക്യാപ്സ്യൂൾ വന്നത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നൊരു ക്യാപ്സ്യൂൾ 223 വോട്ട് ഒരാൾ ചെയ്തു എന്ന് പറയുന്നത് എത്ര തെറ്റായിട്ടുള്ള കാര്യമാണ്. ഒരാളെന്താ 223 വോട്ട് ഇങ്ങനെ നടന്ന് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ദിവസം കൊണ്ട് വോട്ട് ചെയ്ത് തീർക്കാൻ പറ്റുമോ? എൻ്റെ സംഘ പറയുവാണെങ്കിൽ ഇത് ഒരാൾ ചെയ്യല്ല എന്നുള്ളത് ഇത് കേട്ട പച്ച ഇറച്ചി അല്ല പച്ച ചോറ് തിന്ന എല്ലാവർക്കും അറിയാം. പച്ച ചാണകം തിന്നുന്നവർക്ക് ഇത് അറിയലുണ്ടാവില്ല. ചോറും നല്ല ബീഫും ഒക്കെ തിന്നുന്ന എല്ലാവർക്കും ബുദ്ധിയുള്ളവർക്ക് എല്ലാവർക്കും മനസ്സിലാവും. ഈ പറഞ്ഞ ഒരാളല്ല 223 വോട്ടും ചെയ്യുന്നത്. 223 വോട്ട് പല സ്ഥലങ്ങളിൽ കുത്തിക്കയറ്റി നമ്മൾ UP നിന്ന് വരെ ആളിറക്കുന്നുണ്ടല്ലോ. എന്നിട്ട് ബ്രസീലിൽ നിന്ന് വരെ നമ്മൾ ആളിറക്കി. Who is this lady? How old is she? Which state does she come from? What's her name? അങ്ങനെ പല ആളുകളും ഇങ്ങോട്ട് വന്നിട്ട് ഇവിടെ ചെയ്തു പോകും. അല്ലെങ്കിൽ എൻ്റെ പേരിൽ എൻ്റെ മോന്ത വെച്ചിട്ട് 220 വോട്ടർ ID നമ്മളങ്ങ് ഉണ്ടാക്കും. എന്നിട്ട് പലരും കയറി ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ അതിൽ തന്നെ 223 വോട്ടും 100 വോട്ടൊക്കെ ഉള്ള ആൾക്കാരുടെ ഫോട്ടോ ബ്ലർ വേണേ. അപ്പം ഞാൻ വന്നിട്ട് ഇത് ഞാൻ ചെയ്യുന്ന വോട്ടാന്ന് പറഞ്ഞാൽ ഇവർക്കെല്ലാവർക്കും ഡിഫറൻ്റ് ആണല്ലോ. പേര് മാത്രം അല്ലെങ്കിൽ ഫോട്ടോ മാത്രമേ ഒന്നുള്ളൂ. അച്ഛൻ്റെ പേര് XYZും ABCയും DQYയും അങ്ങനെ ഡിഫറെൻറ്റ് പേരുകളാണ്. വീട്ടു നമ്പർ പിന്നെ ആർക്കും വീടില്ലാത്തതുകൊണ്ട് 0000 ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം ബൂത്തിലേക്ക് ചെല്ലുന്ന സമയത്ത് ബൂത്തിൽ ഇരിക്കുന്നവൻ തന്നെ വണ്ടറടിച്ച് നിൽക്കും. സത്യമാണല്ലോ, ഈ ഫോട്ടോ ബ്ലർ ആണല്ലോ, നീ പോയി ചെയ്തോ. അടുത്തത് ഓൻ്റെ അനിയൻ വന്ന് ചെയ്യും.
അടുത്തത് അവൻ്റെ വല്യാപ്പ ഒന്ന് ചെയ്യും, അപ്പുറത്തെ UP-യിലെ മന്ത്രീൻ്റെ മോൻ ചെയ്യും. പിന്നെ നമ്മൾ അങ്ങ് ബ്രസീലിൽ നിന്നും അർജൻറ്റീനയിൽ നിന്നും ഒക്കെ പുതിയ പുതിയ ആളുകൾ ഇറക്കും. ഇങ്ങനെ വോട്ട് ചെയ്യും. അപ്പം ഒരാൾ തന്നെ അല്ല നടന്ന് ചെയ്യുന്നത് എന്നുള്ള ക്യാപ്സ്യൂളിൻ്റെ അറ്റ്ലീസ്റ്റ് ഇടം മലയാളികൾ നിങ്ങൾ പറയിപ്പിക്കലടാ. ഉത്തരേന്ത്യൻ വാണങ്ങളെ പറ്റി നമുക്കറിയാം, വിദ്യാഭ്യാസം ഒന്നുമില്ല. അറ്റ്ലീസ്റ്റ് നമ്മൾ പ്രബുദ്ധ മലയാളികളല്ലേ, കുറച്ചെങ്കിലുമൊക്കെ അറ്റ്ലീസ്റ്റ് പേരെഴുതാനുള്ള ബോധമെങ്കിലും നിങ്ങൾക്കില്ലടോ. പട്ടിണിയൊക്കെ നമുക്കറിയാം, സംഖ്യകൾ നിങ്ങൾ പട്ടിണിയും പരിവട്ടമൊക്കെ നമുക്കറിയാം. എന്തായാലും പറഞ്ഞു കഴിഞ്ഞാൽ ചിന്തിക്കാനുള്ള ബോധമില്ല. എന്തിനാണ് ഈ ക്യാപ്സ്യൂൾ വന്ന് ഇങ്ങനെ വിഴുങ്ങി ഇവിടെ വന്ന് ഛർദ്ദിക്കാൻ നിൽക്കുന്നത്? ഇത് കാണുന്ന ഞങ്ങൾക്കൊരു ബുദ്ധിയില്ലേ കൈമാരി? ഏതാണെങ്കിലും വല്ലാത്ത അണ്ണാക്കിലിട്ട് അടിയായിപ്പോയി. ഇന്ന് രാവിലെ മുതലേ ഇവന്മാർക്ക് അടി കിട്ടിക്കൊണ്ടിരിക്കും. രാവിലെ തന്നെ സൊഹ്റാൻ മംദാനി ജയിച്ചത് കണ്ട് കലി പൂണ്ട് ഉറക്കത്തത് നെട്ടിണീച്ചിട്ട് അതുപോലെ മറ്റേ വാഴത്തട വെട്ടിട്ട് പോലെ കിടക്കുന്നുണ്ട് കുറേ സംഖ്യകൾ. ആ കിടക്കുന്ന സംഖ്യകളാണ് ഈ ഒരു ഹൈഡ്രജൻ ബോംബ് അല്ലെങ്കിൽ ഹരിയാന H-ഫയൽസും കൂടെ കണ്ട സമയത്ത് മൊത്തത്തിലും തീട്ടമൂത്രമൊക്കെ കിടന്ന സ്ഥലത്ത് തന്നെ പോയി എന്നാണ് കേട്ട സംഖ്യകൾ. ഇനി അതിൽ കിടന്നൊരു മെഴുകലുണ്ട്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഈ എന്താ പറയുക ക്യാപ്സ്യൂളുകളും മറ്റു കുറേ കാര്യങ്ങളായിട്ട് ആ സ്വന്തം അപ്പീൽ കിടന്നൊരു മെഴുകലുണ്ട്. നിങ്ങൾ കണ്ടോ? നമ്മുടെ നിഷ്പക്ഷനൊക്കെ ഇപ്പം ചാടി വരും മോനെ. ഇതുപോലത്തെ പല ക്യാപ്സ്യൂളുകളും കൊണ്ടിട്ടുണ്ടല്ലോ. നമ്മുടെ നിഷ്പക്ഷ സംഘ പണിക്കരൊക്കെ ഇപ്പം ചാടി എത്തും. ജനം TV-യിലും അല്ലെങ്കിൽ ന്യൂസ് 8-ലൊക്കെ പോയി നോക്കേണ്ടി നിങ്ങൾ. നമ്മുടെ നാട്ടിലെ സംഘപരിവാണങ്ങളുടെ ആസനം താങ്ങി നടക്കുന്ന എച്ചിലുകളും മറ്റെല്ലാതരം കൃസംഗി മുസംഗി സംഘി കൂട്ടങ്ങളും ഇന്നങ്ങോട്ട് ഇനി ഇറങ്ങും ഇതിനെ വെളുപ്പിക്കാൻ വേണ്ടി. വെളുപ്പിച്ചിട്ടില്ലെങ്കിൽ ആകെ നാണക്കേടാണ്. വെളുപ്പിക്കാൻ ഇറങ്ങിയ റിജുമോനാണ്. അതൊക്കെ കളവാണ്. എന്തിനാ അതൊക്കെ പറയുന്നത്? എന്താണ് രാഹുൽ ഗാന്ധി ചെയ്യുന്നത്? വെറുതെ കളവ് പറഞ്ഞ് ഈ രാജ്യത്തെ ജൻസിനെ ഇളക്കി വിടുന്നുണ്ടോയെന്ന് ചോദിച്ചാൽ ഈ ജൻസിയെ എവിടെ കൊണ്ടിട്ടാലേ പേടി. ജൻസി എന്ന് കേട്ട് കഴിഞ്ഞാൽ BJP നേതാക്കന്മാർ തിരിഞ്ഞ് കുണ്ടിയും കുലിക്ക് ഓട്ടും. പേടിയാണ് ജൻസികൾ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ പണി കിട്ടുമെന്നുള്ളത്. പിന്നെ BJP വളർത്തുന്ന കുറച്ച് ജൻസികളുണ്ട് ഒരു ബോധവും വിവരവും ഇല്ലാത്ത. അതായത് മോദിനെ ബയോളജിക്കൽ ദൈവമായിട്ടും അല്ലെങ്കിൽ അന്ധഭക്തരായിട്ടും നടക്കുക. അതല്ലാത്ത ജൻസി ചോദ്യം ചോദിക്കും എന്നുള്ള പേടിയാണ്. നേപ്പാളും അവിടെയും ഇവിടെ കണ്ടതിന് ശേഷം ഇപ്പം വിറച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് രാഹുൽ ഗാന്ധി വ്യക്തമായിട്ട് പറയുന്നത് ഇനി വരുന്ന ജൻസി യൂത്തായിട്ടുള്ള ആളുകൾ നിങ്ങൾ തിരിച്ചറിയും നമ്മുടെ നാട്ടിൻ്റെ ജനാധിപത്യം ചത്തു, അതല്ലെങ്കിൽ ഈ പരമ സംഘപരിവാണങ്ങൾ കൊന്നു എന്നുള്ളത്. What we are saying, and we are absolutely going to prove it to you 100% using data. And I want the young people of India, Gen Z, to understand this clearly, because this is about your future. What is being done is being taken from you. You're being stolen from, your future is being destroyed. So it's important that you listen and you watch. And as I've said multiple times, I take what I'm saying on this stage very seriously. I'm questioning the Election Commission. I'm questioning the democratic process in India. So I'm doing it with 100% proof. അതുകൊണ്ട് ആ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം ഇനി നിങ്ങൾ വോട്ട് ചെയ്യാനും അല്ലെങ്കിൽ ചോദ്യങ്ങൾ ചെയ്യാനും. ഒരു തെറ്റ് കണ്ടു കഴിഞ്ഞാൽ അത് ചോദ്യം ചെയ്യാനുള്ള കഴിവ് നിങ്ങൾക്ക് വേണം എന്ന് പറഞ്ഞത്. അതിനെയാണ് നമ്മുടെ റിജു അണ്ണൻ അത് കൂട്ടിക്കെട്ടി ജൻസി കലാപത്തിലോട്ട് വരെ എത്തിച്ചു കൊടുത്തത്. ഏതാണെങ്കിലും ഇതുപോലെ ഇരുന്നിട്ട് വാണ വർത്താനങ്ങൾ പറയാന്നല്ലാണ്ട് വേറെ ഒരു കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ രാഹുൽ ഗാന്ധിയുടെ ചോദ്യങ്ങൾ മൊത്തം ഇലക്ഷൻ കമ്മീഷനോടായിരുന്നു കേട്ടോ. ഇലക്ഷൻ കമ്മീഷൻ ചെയ്ത അബദ്ധങ്ങളും അല്ലെങ്കിൽ ഈ പറഞ്ഞ BJP പാർട്ടിക്ക് വേണ്ടിയിട്ട് നക്കിക്കൊടുത്ത ഡീറ്റെയിൽസ് പറഞ്ഞതിന് വെകിളി പൂണ്ട് ചാടി വന്നത് BJPയുടെ നേതാവ്. അപ്പം തന്നെ കാര്യം വ്യക്തമായി. എന്താ ഇലക്ഷൻ കമ്മീഷൻ ബബ്ബബ്ബ അടിക്കും. നമുക്കറിയാമല്ലോ, പണ്ട് നമ്മൾ കണ്ടതാണല്ലേ. നെക്സ്റ്റ് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ നെക്സ്റ്റ് പൂജ എന്താണെന്ന് ചോദിക്കുമ്പോൾ വീടില്ലാത്തവനും XYZ എന്താണെന്ന് വെച്ചാൽ അച്ഛനില്ലാത്തവനെ അവരെ ആക്കിയതാണ് നമ്മുടെ ഗണേഷ് കുമാരൻ. അപ്പം ആ കുമാരൻ അവിടെ ഉള്ളത് കൊണ്ട് ചോദ്യങ്ങൾ ആ കുമാരനോട് ചോദിച്ചപ്പം നമ്മുടെ ആസനത്തിൽ പൊള്ളി ചാടി ഇറങ്ങിയിട്ട് മുന്നോട്ട് വന്നത് റിജുവാണ്. എങ്ങനെയുണ്ട്? അതുകൊണ്ട് മാക്സിമം ഈ വീഡിയോസിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പോസിറ്റീവായിട്ടുള്ള കമൻറ്റുകളും എന്താ പറയുക ലൈക്കുകളും ചെയ്യുക. ഇത് മുക്കാൻ നടക്കുന്ന ഒരു കൂട്ടം സംഘപരിവാണങ്ങൾ പറിപറിച്ച് നടക്കുന്നുണ്ട്. ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാണ്.